الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا وسيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹ സമ്പന്നരായ സമാധരണീയരായ സത്യവിശ്വാസികളെ സർവശക്തനായ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് സംശുദ്ധിയോടെ ജീവിതത്തെ ക്രമീകരിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ആദ്യമേ ശക്തമായ ഭാഷയിൽ ഓർമ്മിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്രകാരം ഇരുളുകളിലും വെളിച്ചത്തിലും അവന്റെ വിധി വിലക്കുകൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ മതമായി തൃപ്തിപ്പെട്ടിട്ടുള്ള ഒരു സത്യവിശ്വാസി ലക്ഷ്യബോധമുള്ളവരായിരിക്കും. ഐഹികമായ ജീവിതം നശ്വരവും നൈമിഷികവുമാണെന്ന് തിരിച്ചറിയുകയും ശാശ്വതമായ ഒരു ജീവിതം മരണത്തിനപ്പുറം വരാനുണ്ട് എന്ന് ദൃഢബോധ്യമുള്ളവനുമായിരിക്കും ഒരു വിശ്വാസി. ആ വിശ്വാസം മനസ്സിൽ ഉറച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ തനിക്ക് ലഭ്യമായിട്ടുള്ള അനുഗ്രഹങ്ങളും വസ്തുക്കളും സന്ദർഭങ്ങളും അവസരങ്ങളും ആ ശാശ്വതമായ ജീവിതത്തിൽ രക്ഷ ലഭിക്കുന്നതിന് വേണ്ടി സമർത്ഥമായി പ്രയോജനപ്പെടുത്തുന്നവനാണ് ഒരു വിശ്വാസി. അപ്രകാരം ഒരു വിശ്വാസി പരലോകത്തിനു വേണ്ടി ഒരുക്കുന്ന വിഭവ സമാഹരണങ്ങളിൽ ഏറ്റവും അമൂല്യമായ നിരന്തരമായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിധിയാണ് യഥാർത്ഥത്തിൽ വഖഫ് എന്ന് പറയുന്നത്. വഖഫ് എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം നിർത്തുക, പിടിച്ചു വെക്കുക എന്നൊക്കെയാണ്. ഒരു സ്വത്തും ആ സ്വത്തിൽ നിന്നുള്ള വരുമാനവും നിരന്തരമായി പുണ്യകരമായ മേഖലയിൽ വിനിമയം ചെയ്യപ്പെടുന്നതിന് വേണ്ടി ശാശ്വതമായി അല്ലാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിക്കുന്നതിനാണ് സാങ്കേതികമായി ഇസ്ലാമിൽ വഖഫ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ ഒരു കാര്യത്തിന് വഖഫ് എന്ന പ്രയോഗം പരിശുദ്ധ ഖുർആനിലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലോ വന്നിട്ടുള്ളതല്ല. മറിച്ച് ആ ഒരു വിഷയത്തിന്റെ അകംപൊരുൾ ഉൾക്കൊണ്ടുകൊണ്ട്
പണ്ഡിതന്മാർ പിൽക്കാലഘട്ടത്തിൽ പ്രയോഗിച്ചിട്ടുള്ള സാർവത്രികമായി ഉപയോഗിച്ചു വരുന്ന ഒരു പദമാണ് വഖഫ് എന്നുള്ളത്. വഖഫ് വ്യത്യസ്തമായ രൂപങ്ങളിലുണ്ട്. അള്ളാഹുവിന്റെ മാർഗത്തിൽ അവന് ഇഷ്ടകരമായിട്ടുള്ള ഭവനങ്ങൾ, സ്ഥാപനങ്ങൾ പണിയുന്നതിന് വേണ്ടി ഒരാൾക്ക് വഖഫ് ചെയ്യാൻ സാധിക്കും. പൊതുജനത്തിന് വേണ്ടി ഉപയോഗപ്പെടുന്നതിന് വേണ്ടി ഒരു വസ്തു ഒരാൾക്ക് വഖഫ് ചെയ്യാൻ സാധിക്കും. സ്വന്തം കുടുംബത്തിലെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെ ദൈന്യത തീർക്കുന്നതിന് വേണ്ടി ഒരാൾക്ക് തന്റെ സ്വത്ത് വഖഫ് ചെയ്യാൻ പറ്റും. ഈ ഓരോ മേഖലക്കും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മാതൃക കാണാൻ നമുക്ക് സാധിക്കും. ഇതിലേത് മേഖലയിൽ വഖഫ് ചെയ്താലും ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ശാശ്വതമായി അവന് പുണ്യം കിട്ടും എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. യഥാർത്ഥത്തിൽ ഈ വഖഫിന് വേണ്ടി ഹദീസിൽ വന്നിട്ടുള്ള പ്രയോഗം സ്വദഖത്തുൻ ജാരിയ എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, ഇദാ മാത ഇബ്നു ആദം ഇൻഖതഅ അമലുഹു ഇല്ലാ മിൻ സലാസ സ്വദഖത്തുൻ ജാരിയ ഔ ഇൽമിൻ യുൻതഫഉ ബിഹി ഔ വലദിൻ സ്വാലിഹൻ യദ്ഉ ലഹു. ഒരു വ്യക്തി ഈ ഭൂമുഖത്തു നിന്ന് വിട പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ എല്ലാ കാര്യങ്ങളും, എല്ലാ പ്രവർത്തനങ്ങളും നിശ്ചലമായി പോകും, മുറിഞ്ഞു പോകും. 3 കാര്യങ്ങൾ ഒഴികെ. സ്വദഖത്തിൻ ജാരിയ, ഒഴുകിക്കൊണ്ടിരിക്കുന്ന ദാനധർമ്മം. ഔ ഇൽമിൻ യുൻതഫഉ ബിഹി, അതല്ലെങ്കിൽ ഉപകരിക്കപ്പെടുന്ന വിജ്ഞാനം, അതല്ലെങ്കിൽ തനിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സന്തതി. ഈ 3മല്ലാത്ത മറ്റെല്ലാ കാര്യങ്ങളും ഒരു വ്യക്തിയിൽ നിന്ന് അടർന്നു പോകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒരു വ്യക്തിക്ക് നിരന്തരമായി പ്രതിഫലം ലഭിക്കുന്നതായി അല്ലാഹുവിന്റെ പ്രവാചകൻ എണ്ണി പറഞ്ഞതിലെ പ്രഥമ കാര്യം സദഖത്തുൻ ജാരിയ, ഒഴുകിക്കൊണ്ടിരിക്കുന്ന ദാനധർമ്മം എന്നാണ്. ആ സദഖത്തുൽ ജാരിയ എന്നതിനാണ് പിൽക്കാലഘട്ടത്തിൽ അതിന്റെ ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ട് പണ്ഡിതന്മാർ വഖഫ് എന്ന് പേര് പറഞ്ഞിട്ടുള്ളത്. ഒരു വ്യക്തി ആത്മാർത്ഥമായി തന്റെ സ്വത്ത് അള്ളാഹുവിനെ ആരാധിക്കുന്നതിന്റെ മാർഗത്തിൽ വഖഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആരാധനാലയത്തിൽ എത്ര ലക്ഷം ആളുകൾ എത്ര കാലഘട്ടം ആരാധനകൾ നിർവഹിക്കുകയാണെങ്കിലും അതിൽ നിന്നുള്ള ഒരു പ്രതിഫലം വാഖിഫിന് ലഭിച്ചുകൊണ്ടിരിക്കും. ഒരു വ്യക്തി ഖുർആൻ പഠിപ്പിക്കുന്നതിന് വേണ്ടി, അതല്ലെങ്കിൽ ഇസ്ലാമികമായ ആശയങ്ങൾ പകർന്നു കൊടുക്കുന്നതിന് വേണ്ടി ഒരു കേന്ദ്രം പണിയുകയാണെങ്കിൽ ആ കേന്ദ്രം എത്ര കാലം നിലനിൽക്കുമോ, ആ കേന്ദ്രത്തിൽ വന്നുകൊണ്ട് എത്രമാത്രം ആളുകൾ പഠിക്കുമോ, ആ പഠിക്കുന്ന ആളുകൾക്ക് പ്രതിഫലം ലഭിക്കുന്നത് പോലെ ഈ കേന്ദ്രമുണ്ടാക്കി വഖഫ് ചെയ്തിട്ടുള്ള വ്യക്തിക്കും അതിന്റെ പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കും. ഒരു വ്യക്തി സമൂഹത്തിന് ഗുണപരമായ രൂപത്തിൽ എക്കാലഘട്ടത്തും ശോഭിച്ചു നിൽക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു കാര്യം, നിരന്തരമായി നിലനിൽക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം അള്ളാഹുവിനെ വിചാരിച്ചുകൊണ്ട്, പരലോകത്തെ വിചാരിച്ചുകൊണ്ട് മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ, വഖഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രതിഫലം അയാൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. ഈ പറയപ്പെട്ട എല്ലാ കാര്യത്തിലും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മാതൃക ദർശിക്കാൻ നമുക്ക് കഴിയും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലെത്തിയപ്പോൾ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി പണിയുവാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടുള്ളത് ഒരു പള്ളിയാണ്. ആ പള്ളിക്ക് സൗകര്യപ്പെടുമാറുള്ള സ്ഥലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടെത്തിയിട്ടുണ്ടായിരുന്ന ബനു നജ്ജാറിന്റെ അടുത്താണ്. പ്രവാചകൻ അവരോട് പറഞ്ഞു, സമീനൂനി, നിങ്ങളുടെ സ്ഥലത്തിന് എനിക്ക് വില നിർണയിച്ചു തരിക, നിങ്ങൾക്ക് വില പറയാം, ആ വില ഞാൻ തരാം. അപ്പോൾ അവർ പറഞ്ഞു,
ഞങ്ങൾ അതിൽ നിന്ന് അള്ളാഹുവിൽ നിന്നല്ലാതെ വില പ്രതീക്ഷിക്കുന്നില്ല. അഥവാ ഞങ്ങൾ ഈ സ്ഥലം അള്ളാഹുവിന്റെ മാർഗത്തിൽ വഖഫ് ചെയ്യുന്നു എന്ന് അവർ പ്രഖ്യാപിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്ഥലം ഏറ്റെടുക്കുകയും മസ്ജിദുൻ നബവി അവിടെ പടുത്തുയർത്തുകയും ചെയ്തു. ആ പള്ളി പടുത്തുയർത്തിയത് മുതൽ കോടിക്കണക്കിന് ആളുകൾ, ദശലക്ഷക്കണക്കിന് ആളുകൾ, ബില്യൺ കണക്കിന് ആളുകൾ ദിനേന എന്നോണം അവിടെ ആരാധനകൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. അള്ളാഹുവിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, അള്ളാഹുവിന് മുമ്പിൽ സുജൂദുകൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നു, സാഷ്ടാംഗം നമിച്ചുകൊണ്ടിരിക്കുന്നു. ആയിരക്കണക്കിന് ആളുകൾ ദിനേന എന്നോണം ഖുർആൻ മനഃപ്പാഠമാക്കുന്നു. ഖുർആൻ ദർസുകൾ, അനവധി പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ഖുർആൻ ദർസുകൾ ദിനേന നടക്കുന്നു. അന്നു മുതൽ ഇന്നു വരെ, അല്ല ലോകാവസാനം വരേക്കും ബനു നജ്ജാറിന് ആ പള്ളി പണിതതിന്റെ പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കും. നമുക്കറിയാം, ആ പള്ളിയിൽ വന്നുകൊണ്ട് ഒരു വ്യക്തി നമസ്കരിക്കുകയാണെങ്കിൽ മറ്റുള്ള പള്ളികളിൽ നിന്ന് നമസ്കരിക്കുന്നതിനേക്കാൾ 1000 ഇരട്ടി കൂലി കിട്ടുമെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. അത്രയും ഇരട്ടി കൂലി നമുക്ക് നമ്മുടെ മനസ്സുകൊണ്ട് സങ്കല്പിക്കാൻ, നമ്മുടെ ബുദ്ധി കൊണ്ട് സങ്കല്പിക്കാൻ കഴിയാത്ത അത്രയും ഇരട്ടി കൂലി ബനു നജ്ജാറിന് കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. ഒരിക്കൽ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകരെ, എനിക്ക് ഖൈബറിൽ നിന്ന് കുറച്ച് മുതൽ കിട്ടിയിട്ടുണ്ട്, തോട്ടം കിട്ടിയിട്ടുണ്ട്, ഞാൻ അത് എന്തു ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പറഞ്ഞു, ഇൻ ശിഅത ഹബിസ്ത വതസദ്ദഖത ബിഹ, നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഹബിസ്ത അസ്ലഹ വതസദ്ദഖത ബിഹ, നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിന്റെ മൂലധനം നിനക്ക് പിടിച്ചു വെക്കാം, ദാനമാവുകയും ചെയ്യാം. ഇവിടെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തീരുമാനിച്ചു ആ സ്വത്ത് അല്ലാഹുവിന്റെ മാർഗത്തിൽ വഖഫ് ചെയ്യുന്നതിന് വേണ്ടി നിബന്ധന വെച്ചു. ആ സ്വത്ത് ഒരാളും ഭാഗിച്ചെടുക്കുവാൻ പാടില്ല, അനന്തരമെടുക്കുവാൻ പാടില്ല, ദാനമായി കൊണ്ടുപോകുവാൻ പാടുള്ളതല്ല എന്നുള്ള നിബന്ധനയുടെ അടിസ്ഥാനത്തിൽ തന്റെ കുടുംബ ബന്ധുക്കൾക്ക് വേണ്ടി, ഏറ്റവും അടുത്ത ആളുകൾക്ക് വേണ്ടി, ദരിദ്രരായ ആളുകൾക്ക് വേണ്ടി, അടിമയെ മോചിപ്പിക്കുന്നതിന് വേണ്ടി, വഴിയാത്രക്കാരന് പ്രയോജനപ്പെടുന്നതിന് വേണ്ടി, അള്ളാഹുവിന്റെ മാർഗത്തിൽ വിനിമയം ചെയ്യപ്പെടുന്നതിന് വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു നീക്കിവെച്ചു. ആ സ്വത്തിൽ നിന്ന് ലഭ്യമാകുന്ന വരുമാനം ഈ പറയപ്പെട്ട മേഖലകളിലെല്ലാം ഉപയോഗപ്പെടുത്താം എന്നല്ലാതെ ആർക്കും അത് ഭാഗിച്ചു കൊണ്ടുപോകുവാൻ പാടില്ല, അനന്തരമായി കൊണ്ടുപോകുവാൻ പാടില്ല എന്നാണ് അദ്ദേഹം നിബന്ധന വെച്ചിട്ടുള്ളത്. ഈ നിബന്ധനയോടുകൂടിയാണ് വഖഫ് ഉണ്ടാകുന്നത്. ഒരാൾക്കും വഖഫ് സ്വത്ത് ഒരാൾക്കും ഭാഗിച്ചെടുക്കുവാൻ പാടില്ല, അനന്തരമായി കൊണ്ടുപോകുവാൻ പാടില്ല, കൈകാര്യകർത്താക്കന്മാർക്ക് സ്വന്തമാക്കുവാൻ പാടില്ല. ആ വഖഫായിട്ടുള്ള സ്വത്ത് അങ്ങനെ തന്നെ നിലനിൽക്കണം. ഏതൊരു മാർഗത്തിന് വേണ്ടിയാണോ ഉദ്ദേശിച്ചിട്ടുള്ളത് ആ മാർഗത്തിൽ തന്നെ വിനിമയം ചെയ്യപ്പെടണം. തന്റെ കുടുംബത്തിന് വേണ്ടി ഒരാൾക്ക് തന്റെ സ്വത്ത് വഖഫ് ചെയ്യാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ആലി ഇംറാനിലെ 92ാമത്തെ വചനം അവതരിപ്പിച്ചല്ലോ, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ചെലവഴിക്കുന്നത് വരെ നിങ്ങൾക്ക് പുണ്യം നേടുവാൻ സാധിക്കുകയില്ല എന്ന വിശുദ്ധ ഖുർആനിന്റെ വചനം അവതരിച്ചപ്പോൾ മഹാനായ അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകരെ, അല്ലാഹു വിശുദ്ധ ഖുർആനിൽ ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു ഹത്താ തുഹിബ്ബൂൻ എന്ന വചനം അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ. ഇന്ന അഹബ്ബ അംവാലി ഇലയ്യ ബൈറുഹ, എനിക്ക് എന്റെ സ്വത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ബൈറുഹ തോട്ടമാണ്. ഫഇന്നഹാ സദഖത്തുൻ ലില്ലാഹ് അർജു ബിർറഹാ വദുഖ്റഹാ ഇൻദല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകരെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബൈറുഹ തോട്ടം മദീന പള്ളിയുടെ മുമ്പിലുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പലപ്പോഴും ആ തോട്ടത്തിൽ കയറി വെള്ളം കുടിക്കാറുണ്ടായിരുന്നു എന്നതിൽ കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ആ തോട്ടത്തെ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ആ മുതലിനെ അദ്ദേഹം പറഞ്ഞു, ഞാനിത് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ഞാനിതാ സ്വതക്ക കൊടുക്കുകയാണ്. അതിൽ നിന്നുള്ള പുണ്യവും അതിന്റെ ശേഖരവും
ഞാൻ അള്ളാഹുവിൽ നിന്നാണ് അതിന്റെ പ്രതിഫലം ആഗ്രഹിക്കുന്നത്. അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം കാക്ഷിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഇത് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് സദഖത്തുൽ ജാരിയയായിട്ട് ഇത് നീക്കി വെക്കുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വളരെ നന്നായി, അത് വളരെ ലാഭകരമായ ഒരു സമ്പത്താണ്, വളരെയധികം പുണ്യം ലഭിക്കുന്ന ഒരു സമ്പത്താണത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പ്രവാചകൻ പറഞ്ഞത്, ഇന്നി സമിഅ്തു മാ ഖുൽത, നീ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. തീർച്ചയായും ഞാൻ അതുകൊണ്ട് ആഗ്രഹിക്കുന്നത് തീർച്ചയായും ആ സ്വത്ത്, ആ സമ്പത്ത് നിന്റെ ഏറ്റവും അടുത്ത കുടുംബ ബന്ധുക്കൾക്ക് വേണ്ടി നീക്കി വെക്കണം എന്നതാണ് ഞാൻ അഭിപ്രായപ്പെടുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു ആ സമ്പത്ത് അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത കുടുംബ ബന്ധുക്കൾക്കിടയിൽ അദ്ദേഹത്തിന്റെ പിതൃക്കന്മാരുടെ മക്കൾക്കിടയിൽ അവർക്ക് നിരന്തരമായി അതിൽ നിന്നുള്ള പ്രതിഫലം, അതിൽ നിന്നുള്ള ബലം ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി നീക്കി വെച്ചു കൊടുത്തു എന്ന് സ്വഹീഹായ ഹദീസിൽ കാണാൻ നമുക്ക് സാധിക്കും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ ജലക്ഷാമം ഉണ്ടായിരുന്ന ഘട്ടത്തിൽ പറഞ്ഞു, മദീനയിലുള്ള റൂമ അത് വാങ്ങി അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് സമർപ്പിക്കുവാൻ ആരാണ് സന്നദ്ധമാകുന്നത്? അങ്ങനെ സന്നദ്ധമാകുന്ന ആളുകൾക്ക് സ്വർഗമുണ്ട്. മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആ റൂമ വലിയ വില കൊടുത്തുകൊണ്ട് വാങ്ങുകയും അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് വഖഫ് ചെയ്യുകയും ചെയ്തു. എല്ലാ ആളുകൾക്കും പ്രയോജനപ്പെടുന്നതിന് വേണ്ടി, ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി, നാനാജാതി മനുഷ്യർക്കും ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി അദ്ദേഹം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു റൂമ വിലക്ക് വാങ്ങി അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ദാനിച്ചു. ഇപ്രകാരം നമുക്കെല്ലാവർക്കും ഈ മാർഗം പിന്തുടർന്നുകൊണ്ട് നമ്മുടെ സമ്പത്ത് വഖഫ് ചെയ്യാവുന്നതാണ്. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഭവനം പടുത്തുയർത്തുന്നതിന് വേണ്ടി, അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള മസ്ജിദുകൾ പടുത്തുയർത്തുന്നതിന് വേണ്ടി നമുക്ക് ദാനം ചെയ്യാം. ആ മസ്ജിദിൽ വന്നുകൊണ്ട് എത്ര കാലം എത്ര ആളുകൾ നമസ്കരിക്കുന്നുണ്ടോ അതിനെല്ലാം അനുസരിച്ചുകൊണ്ടുള്ള പ്രതിഫലം നമുക്ക് മുറിഞ്ഞു പോകാതെ ലഭിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ സമ്പത്തിൽ നിന്നുള്ള ഒരു ഭാഗം നമ്മുടെ കുടുംബത്തിലെ നിർധനരായ പാവപ്പെട്ടവരായ ആളുകൾക്കും പിൽക്കാലഘട്ടത്തിൽ പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി നീക്കിവെക്കാൻ വേണ്ടി നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാവുന്നതാണ്. നമ്മുടെ പറമ്പിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത്, ഒരു മേഖലയിൽ, ഒരു മൂലയിൽ ഒരു കിണർ കുഴിച്ചും എല്ലാ ആളുകൾക്കും അത് ഉപയോഗപ്പെടട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് അത് വഖഫ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഏതു തരത്തിൽ നാം വഖഫ് ചെയ്യുകയാണെങ്കിലും അതിന്റെ പുണ്യം മുറിഞ്ഞു പോകാതെ നമുക്ക് ലഭിച്ചുകൊണ്ടേ ഇരിക്കുമെന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അപ്രകാരം നാം ദാനം ചെയ്യുന്നതിനാണ് യഥാർത്ഥത്തിൽ വഖഫ് എന്ന് പറയുന്നത്. നമുക്ക് അനന്തരമായി കിട്ടിയിട്ടുള്ള സ്വത്ത്, അതല്ലെങ്കിൽ ഹലാലായ മാർഗത്തിലൂടെ നാം സമ്പാദിച്ചിട്ടുള്ള സ്വത്ത്, ആ സ്വത്ത് അള്ളാഹുവിന്റെ സംതൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് എക്കാലഘട്ടത്തിൽ തനിക്ക് പുണ്യം ലഭിക്കുന്നതിന് വേണ്ടിയും അള്ളാഹുവിന്റെ മാർഗത്തിൽ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി നാം നീക്കിവെക്കുന്നതിനാണ് യഥാർത്ഥത്തിൽ വഖഫ് എന്ന് പറയുന്നത്. ആ വഖഫ് ഇന്ത്യ രാജ്യത്തും ഇസ്ലാം എത്തിയത് മുതൽ തന്നെ നിലനിന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ വഖഫ് ചെയ്യപ്പെടുന്ന വസ്തു ഏതായിരുന്നാലും അത് സംരക്ഷിക്കുക എന്നുള്ളത് അതിന്റെ ചുമതല ഏൽപ്പിക്കപ്പെട്ട ആളുകളുടെ ബാധ്യതയിൽപ്പെട്ടതാണ്. വഖഫ് സ്വത്ത് അന്യാധീനപ്പെടാൻ പാടുള്ളതല്ല, വലിയ ഒരു അമാനത്താണ്. അതുകൊണ്ട് തന്നെ ആരെയാണോ ഈ അമാനത്ത് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്, ആ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ അള്ളാഹുവിനുള്ള ബോധത്തിന്റെ വെളിച്ചത്തിൽ പരലോകത്ത് പുണ്യം കിട്ടണമെന്ന് വിചാരിച്ചുകൊണ്ട് യാതൊരു വീഴ്ചകളും ന്യൂനതകളും വരുത്താതെ ഏതൊരു മേഖലയിലേക്കാണോ മാർഗത്തിലേക്കാണോ ആ സ്വത്ത് നീക്കിവെക്കപ്പെട്ടിട്ടുള്ളത് ആ മേഖലയിൽ അത് വിനിമയം ചെയ്യുന്നതിന് വേണ്ടി അങ്ങേയറ്റത്തെ ജാഗ്രത കാണിച്ചുകൊണ്ട് നിലകൊള്ളണം. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് 9.4 ലക്ഷം ഭൂമി ഈ മാർഗത്തിലേക്ക് വഖഫ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ നീക്കിവെക്കപ്പെട്ടിട്ടുള്ള സമ്പത്ത്, സ്വത്ത് സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള വ്യത്യസ്തമായിട്ടുള്ള നിയമങ്ങൾ ഭരണകൂടം കാലാകാലങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. 1923
മുസൽമാൻ വഖഫ് ആക്ട്, 1954 മുസ്ലിം ആക്ട് വഖഫ് ആക്ട്, 1995 വഖഫ് ആക്ട്, 2013 വഖഫ് ഭേദഗതി, ഇതെല്ലാം ഇപ്രകാരം വഖഫ് ചെയ്യപ്പെട്ട സ്വത്തുക്കൾ ശരിയാം വിധം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന നിയമങ്ങളാണ്. ആ നിയമങ്ങളെല്ലാം നിഷ്പ്രഭമാക്കി വഖഫ് സ്വത്തുക്കൾ അന്യാധീനപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ചില ശ്രമങ്ങൾ ചില ഉത്തരവാദപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആശാസ്യമായ മാർഗങ്ങളിലൂടെ നമ്മുടെ പ്രതികരണങ്ങൾ, നാം ജനാധിപത്യ മാർഗത്തിലുള്ള പ്രതികരണങ്ങൾ, ഭരണഘടന നമുക്ക് അനുവദിച്ചു തരുന്ന സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് നിയമാനുസൃതം ഉണ്ടാകേണ്ടതുണ്ട്. അതോടൊപ്പം നാം ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള വഖഫ് സ്വത്തുക്കൾ, അത് പള്ളിയാകട്ടെ, മദ്രസകളാകട്ടെ, പൊതു ഇടങ്ങളാകട്ടെ, ഏതായിരുന്നാലും അള്ളാഹുവിനെ വിചാരിച്ചുകൊണ്ട് അള്ളാഹു ആ കാര്യത്തിൽ നമ്മെ ചോദ്യം ചെയ്യുമെന്നുള്ള ഉത്തമമായ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ശരിയാം വിധം സംരക്ഷിക്കണം എന്നുള്ള ബോധവും നമുക്ക് എല്ലാവർക്കും ഉണ്ടായിത്തീരണം. ആ ബോധം നഷ്ടപ്പെട്ടു പോകുന്നതാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള കരിനിയമങ്ങൾ ഉണ്ടാകുന്നതിനും കാരണമായി തീരുന്നത് എന്നതുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ ശരിയാം വിധം സംരക്ഷിച്ചു വെക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെടുത്തിക്കൊണ്ടും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫയാ അയ്യുഹൽ ഇഖ്വ വൽ അഖ്വാത്ത് ഉസീകും താനിയൻ ബിത്തഖ്വല്ലാഹ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം ചില മാസങ്ങൾക്കും ചില സുദിനങ്ങൾക്കും ചില സമയങ്ങൾക്കും പ്രത്യേകതകളും പ്രാധാന്യവും കൽപ്പിച്ചിട്ടുണ്ട്. ആ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പരിശുദ്ധമായ പ്രമാണങ്ങളിൽ നിന്നാണ്. വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിൽ നിന്നും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യയിൽ നിന്നുമാണ് ആ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ പ്രാമാണികമായി ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ശരിയാം വിധം ഉൾക്കൊള്ളുക, ആ വിശുദ്ധമായ മാസങ്ങളിലും ദിവസങ്ങളിലും നിമിഷങ്ങളിലും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട്, നിയമാനുസൃതമായ കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടം സമ്പാദിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയായിട്ടുള്ള സംഗതിയാണ്. എന്നാൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മാതൃകയില്ലാത്ത ഒരു കാര്യം ഏതെങ്കിലും ഒരു മാസത്തിൽ, ഏതെങ്കിലും ഒരു ദിവസത്തിൽ, ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ഉണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് സ്വീകരിക്കേണ്ട ബാധ്യത മുസ്ലിം സമൂഹത്തിനില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് മൻ അഹദത ഫി അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. ഈ കാര്യത്തിൽ, ഈ ദീനിൽ, ഈ മതത്തിൽ നാം നിയമമാക്കിയിട്ടില്ലാത്ത ഒരു കാര്യം, നാം കാണിച്ചു തന്നിട്ടില്ലാത്ത, മാതൃക കാണിച്ചു തന്നിട്ടില്ലാത്ത ഒരു കാര്യം ആരെങ്കിലും പുതുതായി ഉണ്ടാക്കി ചേർത്താൽ അത് തള്ളപ്പെടേണ്ടതാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ ആഴ്ച നാം വിശദീകരിച്ചിട്ടുള്ളത് പോലെ, നാം മനസ്സിലാക്കിയിട്ടുള്ളത് പോലെ, ശഅബാൻ 15 ബന്ധപ്പെട്ടുകൊണ്ട് അത്തരത്തിലുള്ള തെറ്റായ ചില ധാരണകൾ മുസ്ലിം സമൂഹത്തിനിടയിലുണ്ട്. ബറാത്ത് എന്ന വരാത്ത ഒരു രാവിനെ സംബന്ധിച്ച് ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു അവസ്ഥ മുസ്ലിങ്ങളുണ്ട്. അന്നേ ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളുടെ പ്രവർത്തനങ്ങൾ വാനലോകത്തേക്ക് ഉയർത്തപ്പെടുമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ആളുകൾക്ക് പുറത്തു കൊടുക്കുമെന്നും ഒക്കെയുള്ള വിശദീകരണങ്ങൾ നടത്താറുണ്ട്. യഥാർത്ഥത്തിൽ ദുർബലമായ, നിർമ്മിതമായ ചില വചനങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള വർത്തമാനങ്ങളാണത്. പ്രാമാണികമായ യാതൊരു പിൻബലവും അതിലില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് അടിമകളുടെ പ്രവർത്തികൾ എല്ലാ വ്യാഴാഴ്ചയും എല്ലാ തിങ്കളാഴ്ചയും അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നതാണ്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകൾക്ക് പുറത്തു കൊടുക്കും. 2 വ്യക്തികൾ ഒഴിവാക്കപ്പെടും. കാരണം ആ 2 വ്യക്തികളുടെയും ഇടയിൽ ഒരു പരസ്പരം ഒരു പകയുണ്ട്, വിദ്വേഷമുണ്ട്.
അതിന്റെ അടിസ്ഥാനത്തിൽ അവർ അകന്നു കഴിയുന്നു. അതുകൊണ്ട് അവർ രണ്ടുപേരും നന്നായി തീരുന്നതുവരെ അവരുടെ പ്രവർത്തനങ്ങൾ, സൽപ്രവർത്തനങ്ങൾ ഉയർത്തപ്പെടുകയില്ല. ബാക്കിയുള്ള ആളുകളുടെ സൽപ്രവർത്തനങ്ങളൊക്കെ ഉയർത്തപ്പെടുന്നതാണ്. അതുകൊണ്ട് വ്യാഴാഴ്ച ദിവസവും തിങ്കളാഴ്ച ദിവസവും നോമ്പെടുക്കുന്നത് മുസ്തഹബായിട്ടുള്ള സംഗതിയാണ്, സുന്നത്താക്കപ്പെട്ട സംഗതിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാൻ നമുക്ക് സാധിക്കും. എന്നാൽ ശഅബാൻ 15-മായി ബന്ധപ്പെട്ടുകൊണ്ടും അത്തരത്തിലുള്ള ഒരു പ്രമാണവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വീകാര്യയോഗ്യമായി വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതിന്റെ പേരിൽ നടക്കുന്ന എല്ലാവിധ ആചാരങ്ങളിൽ നിന്നും നാം വിട്ടുനിൽക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്രകാരം ദീനീ കാര്യങ്ങൾ പ്രാമാണികമായി മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങണം. യഥാർത്ഥ സത്യവിശ്വാസികളിൽ, സജ്ജനങ്ങളിൽ, സച്ചരിതരിൽ, സൗഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ, രക്ഷപ്പെടുത്തുമാറാകട്ടെ. വീഴ്ചകൾ അവൻ നമുക്ക് പുറത്തും മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ടും മറ്റും പ്രയാസപ്പെടുന്ന ഒട്ടധികം സഹോദരി സഹോദരന്മാരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാവർക്കും സമ്പൂർണ്ണമായ ശിഫയും നന്മയും ആശ്വാസവും പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا مقاما. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم إنا نسألك الجنة، اللهم إنا نسألك الجنة، اللهم إنا نسألك الجنة. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداء الدين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.